ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6th ചാപ്റ്റർ ആണ്, ആറാമത്തെ ചാപ്റ്റർ ആണ്. ആറാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നത് നമുക്കറിയാം വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. വാക്യൂം ട്യൂബ്സിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. സൈസ് കൂടുതലായിരുന്നു, കോസ്റ്റ് കൂടുതലായിരുന്നു. ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷനോട് കൂടി ഇതിനെല്ലാം ഒരു പരിഹാരമായി. ഈ ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷനാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സിന് ഒരു കുതിച്ചാട്ടത്തിന് വഴിയൊരുക്കിയത്. നമുക്കറിയാം 1948 ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. 1948 ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. നമുക്കറിയാം വില്യം ഷോക്ലിയും വാൾട്ടർ ബ്രാറ്റൈനും ജോൺ ബാർഡിനുമാണ് ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, മൂന്ന് പേര്, വില്യം ഷോക്ലി, വാൾട്ടർ ബ്രാറ്റൈൻ, ജോൺ ബാർഡിൻ, ഈ മൂന്ന് പേരും ചേർന്നാണ് ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. ട്രാൻസിസ്റ്ററിന്റെ വരവോടുകൂടി ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ കോസ്റ്റ് കുറഞ്ഞു, അതിന്റെ സൈസ് കുറഞ്ഞു. ഒരു കുതിച്ചുകാട്ടം തന്നെ ഇലക്ട്രോണിക്സ് രംഗത്തുണ്ടായി. ഓക്കെ, നമുക്ക് ചീപ്പ് റേഡിയോസ് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിനുമുമ്പ് റേഡിയോസ് എല്ലാം യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ് ആയിരുന്നു. ട്രാൻസിസ്റ്ററിന്റെ വരവോടുകൂടി ഈ വാക്യൂം ട്യൂബിനെ റീപ്ലേസ് ചെയ്തു, ട്രാൻസിസ്റ്റർ വന്നു. ഓക്കെ, പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും, പണ്ട് ഉള്ള ആൾക്കാർ പറയുന്നത് ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറയാൻ തുടങ്ങി. അത് ഈ വാക്യൂം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്ത് ട്രാൻസിസ്റ്റർ വന്നതോടുകൂടിയാണ് തന്നെ ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറയാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്റർ ആയിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ട്രാൻസിസ്റ്ററിന്റെ വരവ് ഇലക്ട്രോണിക്സ് രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന്റെ കാരണമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വന്നു, IC ചിപ്പ് വന്നു. IC ചിപ്പ് വന്നതോടുകൂടി വീണ്ടും കോസ്റ്റ് കുറയാൻ തുടങ്ങി, ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ കോസ്റ്റ് വീണ്ടും കുറയാൻ തുടങ്ങി. അതേപോലെ തന്നെ അതിന്റെ സൈസും കുറയാൻ തുടങ്ങി. കാരണം 100 കണക്കിന് ട്രാൻസിസ്റ്ററും 1000 കണക്കിന് റെസിസ്റ്ററും 1000 കണക്കിന് കപ്പാസിറ്ററും നമുക്ക് ഒരു സിംഗിൾ ചിപ്പിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടുകൂടി ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ സൈസ് പിന്നെയും കുറഞ്ഞു. ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ കേസിൽ സുപ്രധാനമായ 2 കണ്ടുപിടുത്തങ്ങളായിരുന്നു ഈ ട്രാൻസിസ്റ്ററും അതുപോലെ ഇന്റഗ്രേറ്റഡ് ചിപ്പും. ഓക്കെ, നമുക്കറിയാം ട്രാൻസിസ്റ്റർ നിങ്ങൾ കണ്ടു കാണും, ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. 3 ടെർമിനൽസ് ആണ് ഈ ട്രാൻസിസ്റ്ററിനുള്ളത്. അത് ഏതാണെന്ന് നമ്മൾ പഠിക്കും. ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ട്രാൻസിസ്റ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്വിച്ചിങ്. ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങിനും വേണ്ടിയാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങിനും വേണ്ടി. ഇനി എന്താണ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. വീക്കായ ഒരു സിഗ്നലിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഒരു വീക്കായ ഒരു സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആംപ്ലിഫയറിൽ നമ്മള് ഒരു 1 വോൾട്ടിന്റെ സിഗ്നൽ കൊടുക്കുകയാണ്, ഒരു ചെറിയ സിഗ്നൽ 1 വോൾട്ടിന്റെ സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 വോൾട്ട് ആണ്. ആംപ്ലിഫയർ അതിനെ എൻലാർജ് ചെയ്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഇതാണ് 1 വോൾട്ടിന്റെ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത്. ആംപ്ലിഫയർ അതിനെ എൻലാർജ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വരും, 10 വോൾട്ടിന്റെ ഒരു സിഗ്നൽ വരും. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ 1 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നൽ കൊടുത്തപ്പോൾ ആംപ്ലിഫയർ അതിനെ എൻലാർജ് ചെയ്ത് വലുതാക്കി അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി അതിനെ സ്ട്രെങ്തൻ ചെയ്ത് 10 വോൾട്ട് ആക്കി നമുക്ക് ഔട്ട്പുട്ട് തന്നു. അപ്പോൾ ആംപ്ലിഫയർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി. ഇങ്ങനെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചെറിയ സിഗ്നലിനെ, ചുരുക്കത്തിൽ പറഞ്ഞ ചെറിയ സിഗ്നലിനെ വലുതാക്കുന്ന ഒരു പ്രോസസ്, അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റിവലിനും മറ്റും പബ്ലിക് അഡ്രസ് സിസ്റ്റം കാണാറുണ്ട്. പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ നമുക്കറിയാം ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങളുടെ ചോദിച്ചാൽ എന്ത് പറയും? സൗണ്ട് കൂട്ടാൻ വേണ്ടിയാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അവിടെ സൗണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്?
സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയാണ് ചെയ്യുന്നത്, സിഗ്നലിനെ എൻലാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്ന പ്രോസസ്സാണ്, അതിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. ചെറിയൊരു സിഗ്നൽ കൊടുത്താൽ വലിയൊരു സിഗ്നൽ കിട്ടുന്ന പ്രോസസ്സാണ് ഈ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിഗ്നലിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ. എൻലാർജ്മെന്റ് ഓഫ് സിഗ്നൽ, ഇൻക്രീസിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ, സ്ട്രെങ്തനിങ് ദ സിഗ്നൽ, അതൊക്കെയാണ് ഈ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ. സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയാണ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ. സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയാണ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്വിച്ചിങ്. ഓക്കെ, നമുക്കറിയാം സ്വിച്ചസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓൺ ഓഫ് പ്രോസസ്. ഇനി നമുക്ക് ഈ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓൺ ഓഫ് പ്രോസസ് ആണ് ചെയ്യുന്നത്. ഓണും ഓഫും ആക്കാൻ വേണ്ടിയാണ് സ്വിച്ചസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ട്രാൻസിസ്റ്ററിനെ സ്വിച്ചിങ് പ്രോസസ്സിന് ഉപയോഗിക്കാൻ പറ്റും. ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഒരു ഡിവൈസിനെ ഓണും ഓഫും ആക്കും. ട്രാൻസിസ്റ്ററിന്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഒരു ഡിവൈസിനെ ഓണും ഓഫും ആക്കും. Switches are used to make a device or system on or off using electrical signal. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെയോ ഡിവൈസിനെയോ ഓണോ ഓഫോ ആക്കും. അതാണ് സ്വിച്ചിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഒരു ഡിവൈസിനെ ഓണോ ഓഫോ ആക്കും. അതാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് എന്തിനാണ്? ലൈറ്റിനെ ഓണും ഓഫും ആക്കാൻ. അതേപോലെ ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഒരു ഡിവൈസിനെ ഒരു സിസ്റ്റത്തെ ഓണും ഓഫും ആക്കും. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ എന്ന വേർഡ് ഡെവലപ്പ് ചെയ്തത് രണ്ട് ടേമിൽ നിന്നാണ്, ട്രാൻസും ഇസ്റ്ററും. ട്രാൻസ് ആൻഡ് ഇസ്റ്റർ. The word transistor was developed from the terms trans and stir. ട്രാൻസിന്റെ മീനിങ് എന്താണ്? ട്രാൻസ്ഫർ എന്നാണ്. ട്രാൻസ് എന്ന വാക്കിന്റെ അർത്ഥം ട്രാൻസ്ഫർ എന്നാണ്. ഇസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം റെസിസ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന വേർഡ് ഡെവലപ്പ് ചെയ്തത് രണ്ട് വേർഡിൽ നിന്നാണ്, ട്രാൻസും ഇസ്റ്ററും. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് ട്രാൻസ് എന്ന വാക്കിന്റെ അർത്ഥം, ട്രാൻസ്ഫർ ചെയ്യുക. ഇസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് റെസിസ്റ്റൻസ്. അപ്പോൾ ട്രാൻസ് എന്ന വാക്കിന്റെ അർത്ഥം ട്രാൻസ്ഫർ ചെയ്യുക, ഇസ്റ്റർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റർ. ഈ രണ്ട് വേർഡിൽ നിന്നുമാണ് ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ മീൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ഇൻപുട്ട് ടെർമിനൽ ടു ഔട്ട്പുട്ട് ടെർമിനൽ. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ഇൻപുട്ട് ടെർമിനൽ ടു ഔട്ട്പുട്ട് ടെർമിനൽ. ഇൻപുട്ട് ടെർമിനലിൽ നിന്ന് ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ട്രാൻസിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ മീൻസ് ട്രാൻസ്ഫർ ഓഫ് എന്ത്? റെസിസ്റ്റൻസ്. എവിടുന്ന്? ഫ്രം ഇൻപുട്ട് ടെർമിനൽ. എവിടേക്ക്? ടു ഔട്ട്പുട്ട് ടെർമിനൽ. അതായത് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ഇൻപുട്ട് ടെർമിനൽ ടു ഔട്ട്പുട്ട് ടെർമിനൽ. അതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ഇൻപുട്ട് ടെർമിനൽസ് ടു ഔട്ട്പുട്ട് ടെർമിനൽ. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ഇൻപുട്ട് ടെർമിനൽ ടു ഔട്ട്പുട്ട് ടെർമിനൽ. അതായത് ഇൻപുട്ട് ടെർമിനലിൽ നിന്ന് ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ്. അതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അത് നമുക്ക് പിന്നീട് പറയാം. 3 ടെർമിനൽ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ടെർമിനലിനിടയിലുള്ള റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നാണ്. ഔട്ട്പുട്ട് ടെർമിനലിനിടയിലുള്ള റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, റെസിസ്റ്റൻസ് അക്രോസ് ഇൻപുട്ട് ടെർമിനൽ ഈസ് നോൺ ആസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. Okay, that between output terminal is known as output resistance. ഇൻപുട്ട് ടെർമിനലിനിടയിലുള്ള റെസിസ്റ്റൻസിനെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നും ഔട്ട്പുട്ട് ടെർമിനലിനിടയിലുള്ള റെസിസ്റ്റൻസിനെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നും വിളിക്കും.
നമുക്ക് ഈ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഉപയോഗിച്ച് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. നോക്കുക, ശ്രദ്ധിക്കുക. നമ്മള് ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചാണ് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നത്? വോൾട്ടേജ് ഉപയോഗിച്ച്. എവിടെ കൊടുക്കുന്നത്? നമ്മള് ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഒരു സ്പെഷ്യാലിറ്റി ഉപയോഗിച്ചാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങും ഒക്കെ നടത്തുന്നത്. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ സ്പെഷ്യാലിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ആംപ്ലിഫിക്കേഷനും അതേപോലെ സ്വിച്ചിങ്ങും ഒക്കെ നടത്തുന്നത്. ട്രാൻസിസ്റ്ററിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്തോന്ന് പറഞ്ഞു? ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങുമാണ്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രത്യേകതയാണ് ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നത്. ഓക്കെ.